ഹലോ നമസ്കാരമുണ്ട്, മണിക്കുട്ടനാണ്. മലയൻ ബ്ലോഗ്സിൻ്റെ മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രാവലിംഗ് വീഡിയോ ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഇറക്കം വളരെ ഭയാനകമായൊരു ഇറക്കമാണ് കേട്ടോ. അത്യാവശ്യം നല്ലപോലെ ടയർ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളവർ മാത്രമേ ഇത്തരത്തിലുള്ള ഇറക്കങ്ങളിലും ഇത്തരത്തിലുള്ള കയറ്റങ്ങളും കയറാൻ പാടുള്ളൂ. അതിമനോഹരമായൊരു ഇറക്കമാണ്. നമ്മളിങ്ങനെ ഇറങ്ങി നമ്മൾ ഇത്രയും അടിപൊളിയായിട്ട് വളരെ സന്തോഷത്തോടു കൂടി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വരാട്ടുമേട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇത് കണ്ടോ, എന്നാ കയറ്റമാണെന്നറിയാം. ഒട്ടുക്കത്തെ കയറ്റമാണ്. ഓപ്പോസിറ്റ് വണ്ടി വരുന്നത് വരക്കും കണ്ടോ. ഇതുപോലെ ഒരു ഓഫ് റോഡ് ജീപ്പുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത്. അവൈലബിൾ ആയിട്ടുള്ളതും ഇത്തരത്തിലുള്ള ജീപ്പുകളൊക്കെയാണ് കേട്ടോ. കയറ്റം എന്ന് പറഞ്ഞാൽ അന്യായ കയറ്റമാണ്. അതിമനോഹരമായൊരു കയറ്റമാണ്. നമ്മൾ കയറ്റം കയറി അതിൻ്റെ ഒരു ചെറിയൊരു ടോപ്പിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. ഈ വരുന്ന പയ്യന്മാരൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നതായിരിക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ബൈക്കുകളൊക്കെ ഉള്ളവർക്ക് മാത്രമേ ഇതിൻ്റെ ടോപ്പിലേക്ക് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. സാധാരണ ബൈക്കിൽ ഇപ്പോൾ ഞാൻ കൊണ്ടുപോകുന്നത് തന്നെ ഒരു ഓഫ് റോഡ് ബൈക്കൊന്നുമല്ല. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന എൻ്റെ യൂണിക്കോൺ ബൈക്കാണ്. പക്ഷേ അവൻ നമ്മളെ ചതിച്ചിട്ടില്ല ഇന്നവരെ. ഓക്കെ, അവൻ്റെ പവറിൽ തന്നെയാണ് അവൻ കയറി പോകുന്നത്. കണ്ടില്ലേ, അവൻ മറ്റുള്ളവരെ പോലെ തന്നെയാണ്. അവൻ സുന്ദരമായിട്ട് അവൻ കയറി പോവാണ് കേട്ടോ. അടിപൊളിയായിട്ട് അവൻ കയറി പോവാണ്. ഒരു ശല്യമില്ല. നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ അടിവാരത്തുള്ളൊരു ചെറിയൊരു കടയാണ് കേട്ടോ അത്. ഇവിടെ വന്ന് നമ്മൾ അത്യാവശ്യം വെള്ളവും നമുക്കൊരു ചെറിയ നാരങ്ങ കുടിച്ച് ഒന്ന് പോകുന്നതായിരിക്കും നല്ലത്. കാര്യം പിന്നെ അങ്ങോട്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ കടകളോ കാര്യങ്ങളും തന്നെ ഈ ഒരു റൗണ്ടിൽ തന്നെ ഇല്ല. അപ്പോൾ ഈ ചേട്ടൻ്റെ കടയിൽ പോയിട്ട് ചെറിയൊരു നാരങ്ങളൊക്കെ ഞങ്ങൾ കുടിച്ചു. അപ്പോൾ ചേട്ടനെ കുറച്ച് വഴികളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ അവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പിനെ പറ്റിയൊക്കെ ചേട്ടൻ വാതരാതെ നമ്മളത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം സന്തോഷം. അപ്പോൾ എന്നിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരനും നമ്മുടെ കൂടെ ഉള്ള വന്നവരെല്ലാവരും വെള്ളം കുടിക്കുന്നതാണ്. ചായ കിട്ടും. ചായ ഫ്ലാസ്കിലാക്കി വെച്ചിട്ടുണ്ട്, അല്ലാതെ ഇതില്ലാത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് സ്വകാര്യ പ്രോപ്പർട്ടിയാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡിലാണ് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ സൈഡിൽ കൂടെയുള്ള വഴിയിൽ നല്ല കല്ലാണ്. കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡ് വണ്ടികളാണ്. ഏറ്റവും കൂടുതൽ അടിപൊളിയാണ്. പക്ഷേ നല്ല കാലാവസ്ഥയായിരുന്നു, നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു. നമുക്ക് കയറിപ്പോകാനൊക്കെ എന്താ പറയുക, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഈ ബൈക്കൊക്കെ വെച്ചിരിക്കുന്നത് അവർ ഒരുപാട് വണ്ടി ചൂടായി കഴിയുമ്പോൾ ഇവർ സൈഡിൽ കൊണ്ടുവയ്ക്കും. നല്ല ചൂടാവും, വണ്ടി പെട്ടെന്ന് ചൂടാവും. എന്തോ എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ വണ്ടി എന്തുവാലും അത്യാവശ്യം കണ്ടില്ലേ, അപ്പോൾ നല്ല പുലിയായിട്ടാണ് അവൻ കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. എന്ത് രസമായിട്ടാണ് പറയുന്നത്. ഒരു സത്യത്തിൽ ഞാൻ യൂണിക്കോൺ എൻ്റെ എല്ലാ യാത്രകളിലും ഞാൻ എവിടെ പോയാലും ഞാൻ അവനെയായിരുന്നു കൂടുതൽ ചൂസ് ചെയ്തുകൊണ്ട്. എന്തൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന കൂട്ടുകാരാണ്. അപ്പോൾ ഇവന്മാരുടെ എല്ലാം ഇരിക്കുന്ന ഹിമാലയ പോലത്തുള്ള നല്ല വില കൂടിയ വണ്ടികളൊക്കെയാണ് കേട്ടോ. അതിൽ ഒരു എന്താ പറയുക, ഏറ്റവും ചെറിയൊരു വണ്ടിയും റേറ്റ് കുറഞ്ഞൊരു വണ്ടിയാണ് എൻ്റെ യൂണിക്കോൺ. പക്ഷേ എന്നിരുന്നാലും ഇവർ കയറി പോകുന്നതിനെക്കാട്ടും അതിവേഗത്തിൽ എൻ്റെ യൂണിക്കോൺ കയറി പോകാൻ എന്നെ സഹായിച്ചു. ഉണ്ടാവും അവന്മാരൊക്കെ പുറകെ പാഞ്ഞു വരുന്നുണ്ട്. അവർ നല്ല ഓഫ് റോഡ് വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നന്നായിട്ട് അടിപൊളിയായിട്ട് കയറി വരികയാണ്. പിന്നെ ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ തണുപ്പുണ്ട് കേട്ടോ. അത് ചെറിയ തണുപ്പെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു റൂമിനകത്ത് ഒരു AC ഇട്ടല്ല എത്രമാത്രം തണുപ്പുണ്ടാവും. അത്തരത്തിലുള്ളൊരു ക്ലൈമറ്റാണ് ഇപ്പം വരാട്ടുമേടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ല രസമാണ്. റോഡിൽ കൂടെ ഒക്കെ കണ്ടില്ലേ, നമ്മൾ ദൂരെ കാണുന്ന ആ വലിയ മലയാണ് വരാട്ടുമേടിൻ്റെ ഒരു ടോപ്പാണ് കേട്ടോ. കുറേ ആൾക്കാരൊക്കെ ഇതാണ് ഇവിടെ മുതൽ നമുക്ക് സഹിക്കാൻ മേലാത്ത അത്രയും പ്രശ്നമാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് പാറകളാണ്. നമ്മളൊന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഡേഞ്ചറാണ്. ഈ സൈഡിലൊക്കെ ഒതുക്കി വെച്ചിരിക്കുന്ന വണ്ടികളെല്ലാം തന്നെ ചൂടായിട്ട് ഒതുക്കി വെച്ചിരിക്കുന്ന വണ്ടികളാണ് കേട്ടോ. കണ്ടോ, ഈ കയറി പോകുന്നുണ്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പാറകളിലൂടെ ഇങ്ങനെ. കണ്ടോ എന്തു ദൈവമേ, എന്തോ ബുദ്ധിമുട്ടുള്ളതെന്ന് പറയും. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ പേടിച്ചാണ് ഇതിനകത്ത് കയറുന്നത്. എന്നാലും ഒരു ധൈര്യത്തിൻ്റെ പുറത്തും യാത്രകളൊക്കെ പോയ കുറച്ചൊക്കെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങ് അടിച്ച് കിട്ടി കയറുന്നതാണ്.
പക്ഷെ കയറുന്നതാണെങ്കിലും വളരെ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഈ കുന്നിൻ്റെ ആ ഒരു ഭാഗം തീർന്നു വരുവാണ്. കണ്ടോ, നമ്മളുണ്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പാലൊഴുകും പാറയാണ്. കണ്ടോ, താഴെ എൻ്റെ കൂടെ വന്ന ഓഫ് റോഡ് ബൈക്കുകളാണ് താഴെ കിടന്ന് നിരങ്ങുന്നത്. കണ്ടില്ലേ, ഞാൻ ഏറ്റവും ടോപ്പിലേക്ക് വന്നു. ഏറ്റവും ടോപ്പിലേക്കല്ല, ഒരു 80% ടോപ്പിലേക്ക് ഞാൻ എത്തി. പണ്ടിപ്പോൾ അവർ കയറി വരും, നമ്മുടെ കൂടുതൽ ആൾക്കാരാണ്. അമ്മരിപ്പോൾ കയറുമ്പോൾ എന്നെക്കിട്ട് ഓവർടേക്ക് ചെയ്ത് കയറി വരും. അമ്മര് ആളെ ഇറക്കിയിട്ട് സിംഗിളായിട്ട് വരുവാണ് അവർ. രണ്ടായിരം കയറി വരുന്നുണ്ടോ, അടിപൊളിയായിട്ട് കയറണം. അവൻ്റെ ഹിമാലയൻ വണ്ടിയാണ് കേട്ടോ. കാരണം സൂപ്പറായിട്ട് കയറി വന്നുണ്ടോ. അത് ഞാനവിടെ സ്റ്റക്കായതുകൊണ്ടാണ് അവനവിടെ സ്റ്റക്കായി നിർത്തിയത്. ഇല്ലെങ്കിൽ ഞാൻ കയറി വന്നാണ്. കണ്ടില്ലേ, ഇതേപോലെ പാറക്കെട്ടുകളും പാറകളും. പിന്നെ ഇതൊക്കെ ഒന്ന് അനുഭവിക്കണമെന്നേ, ഇതൊക്കെ ഒന്ന് അനുഭവിച്ചിട്ടുണ്ടല്ലേ. ഞാനിവിടെ ആകെ പെട്ടുപോയി. കാരണം ഇത്രയും വലിയ കല്ലിൻ്റെ ഇടയിലായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കണ്ടില്ലേ, ഇതുമാതിരി കല്ലാണ്. ഓഫ് റോഡ് ജീപ്പുകളും ഓഫ് റോഡ് വണ്ടികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്തേക്ക് കയറി വരുന്നത്. കണ്ടില്ലേ, സൂപ്പറാണ് കേട്ടോ. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നൊരു കാഴ്ച ഒന്ന് കാണാനുള്ളൊരു സന്തോഷത്തിലാണ് നമ്മൾ ഓടി കുതിച്ച് വരുന്നത്. കണ്ടില്ലേ, മലമുകളിൽ ഇങ്ങനെ മേഘങ്ങളെ തട്ടി നിൽക്കുകയാണ്. ഞാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ല ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടേ, നമ്മൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ബൈക്കുകളൊക്കെ കൊണ്ടുപോയി ഇങ്ങനൊരു ഹിൽ ടോപ്പിലൊക്കെ എപ്പോഴും നമ്മൾ കൂട്ടത്തിൽ ആളുള്ളത് വളരെ നല്ലതായിരിക്കും. കാരണം നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരാളുണ്ടാവും. കാര്യം നമ്മൾ ഒറ്റയ്ക്ക് ഇത്തരത്തിലുള്ള ഹിൽ ടോപ്പുകൾ കയറാതിരിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഈ കാണുന്ന വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ എപ്പോഴും ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കുമെന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. കാരണം കണ്ടില്ലേ, ഒരുപാട് കാര്യങ്ങൾ ഒട്ടും ഇനി നടക്കുന്നില്ല. ഇനിയിപ്പം ആരുടെയെങ്കിലും സഹായം ഇല്ലാണ്ട് നമുക്കിത് മുകളിലേക്ക് കയറ്റുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു താഴെ നിൽക്കുന്നത്. കാര്യം ഈ റൂട്ടിൽ കൂടെ വരാൻ പറ്റത്തുള്ളൂ. നമ്മുടെ സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ തെറ്റലുണ്ടാവും. കാര്യം പുല്ലുകളാണ്, അത് ചെറിയ പുല്ലാണ്. അത് ഈ മഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് പുല്ലിനകത്തെല്ലാം മഞ്ഞിൻ്റെ അംശമുണ്ട്. അതുകൊണ്ട് നമ്മൾ ടയർ കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തള്ളും. ഞാൻ വീണ്ടും ലാസ്റ്റ് അറ്റംപ്റ്റ് നടത്തി നോക്കുകയാണ്. ഞാൻ ഇറങ്ങിയിട്ട് ഒന്ന് തള്ളി നോക്കി, ബട്ട് ബാക്ക് വീല് കിടന്ന് കറങ്ങുന്നതുകൊണ്ട് നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. കണ്ടില്ലേ, പാടാണ്. രക്ഷയില്ല മോനെ, ഒരു രക്ഷയില്ല. എന്തായാലും ആരെ സഹായം തേടിയേ പറ്റൂ. കണ്ടില്ലേ, നമ്മളിങ്ങനെ അങ്ങോട്ട് പോകണം. ഇപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അവനമ്മമാർ വരും. ഇപ്പോൾ അമ്മമാർ വന്ന് നമ്മൾ ഒരുമിച്ച് ഇത് തള്ളി കയറ്റിയെങ്കിൽ ഇന്നലെ കയറ്റണമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂണിക്കോൺ വണ്ടി അവിടെ മുകളിൽ കയറ്റണമെന്ന് എന്തായാലും നമ്മൾ മനസ്സുകൊണ്ട് പ്ലാൻ ചെയ്യുന്നതാണ്. എന്തായാലും നമ്മൾ കയറിയിരിക്കും, ഉറപ്പാണ്. എന്തായാലും നമ്മൾ വണ്ടിയൊക്കെ തള്ളി കയറ്റി നേരെ നമ്മളെ വരാട്ടുമേടിൻ്റെ ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് എന്താ പറയുക, നമ്മൾ നല്ല കഷ്ടപ്പെട്ടു. വണ്ടി നന്നായി ചൂടായി. എന്നിരുന്നാലും കുഴപ്പമില്ല, ചെയിനൊന്നും പൊട്ടിയിട്ടില്ല ഭാഗ്യത്തിന്. എന്നാലും നമ്മളതേ വരാട്ടുമേടിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നമുക്ക് മുന്നേ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. രാവിലെ വന്ന് രണ്ടൊക്കെ അടിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനെന്തായാലും രക്ഷപ്പെട്ടു. ഞാനെന്തായാലും മാക്സിമം എന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ സഹായിച്ച് നമ്മുടെ വണ്ടി ആകെ തള്ളി കയറ്റി. ഇവരൊക്കെ ഇറങ്ങിപ്പോകുന്നവരൊക്കെ രാവിലെ വന്ന് കയറി. നമ്മൾ വരുന്ന സമയം ഏകദേശം 11 മണിയാണ് കേട്ടോ. ഇതൊക്കെ മോർണിംഗിൽ വന്നിട്ട് അതിരാവിലെ വന്ന് ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വന്ന് നിൽക്കുന്ന കൂട്ടുകാരാണ് ഇവരൊക്കെ. ഫൈനലി നമ്മൾ വരാട്ടുമേടിൻ്റെ ടോപ്പിലെത്തിക്കുന്നത് ആ കാണുന്നതാണ് മോനെ പാലൊഴുകും പാറ. ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോഴും കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, എന്ത് ഭംഗിയാണ്. അതും ആ തണുത്ത കാറ്റും ആ തണുത്ത കാറ്റിനകത്ത് ചെറിയ ചൂടും രണ്ടും കൂടെ ഇങ്ങനെ ഇടകലർന്ന് നമുക്ക് കിട്ടുന്നൊരു അനുഭൂതി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കി തന്നെ വന്നെങ്കിലേ പറ്റത്തുള്ളൂ. ഈ കാണുന്നുണ്ടല്ലോ എന്ത് ഭംഗി നോക്കി പാലൊഴുകും പാറയുടെ ആ സൗന്ദര്യം ഉണ്ടല്ലോ. ഈ വരാട്ടുമേടിൻ്റെ ടോപ്പിൽ നിന്ന് തന്നെ നോക്കണം, അതിൻ്റെ ഒരു ഭംഗി ഒന്ന് കാണണമെങ്കിൽ.
ചെറിയ ചീവീടിൻ്റെ ശബ്ദം, അതുപോലെ തന്നെ കാറ്റ്, മഞ്ഞ് എല്ലാം കൊണ്ടും അതിമനോഹരമായ ഒരു ഇടമാണ് വരാട്ടുമേട്. ഫൈനലി നമ്മൾ അങ്ങനെ വരാട്ടുമേടിൽ എത്തിയിരിക്കുകയാണ്. വാഗമണ്ണിൽ സ്ഥിതി ചെയ്യുന്ന, അടുത്തിടെ പ്രശസ്തി നേടിയ, ഒളിഞ്ഞിരിക്കുന്ന ഒരു സുന്ദരമായ സ്ഥലമാണ് കേട്ടോ. മനം കുളിർക്കുന്ന കാഴ്ചകൾ നൽകുന്ന ഈ പ്രദേശം മൺസൂൺ കാലത്തും അതിമനോഹരമായ ദൃശ്യാനുഭവങ്ങൾ നൽകുന്നു. പലപ്പോഴും ട്രെക്കിംഗ്, ഓഫ് റോഡുകൾ പേരുകേട്ട സ്ഥലമാണ്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ഈ വരാട്ടുമേട് അതിപ്രശസ്തമാണ്. മലമുകളിലെ സ്വർഗം, വെള്ളക്കാർ പറഞ്ഞ തിരുവിതാംകൂറിൻ്റെ സ്കോട്ട്ലൻഡ് എന്നാണ് ഈ വരാട്ടുമേടിനെ നമ്മൾ അറിയപ്പെടുന്നത് കേട്ടോ. ദിവസവും നൂറുകണക്കിന് സഞ്ചാരികൾ എത്തുന്ന വാഗമണ്ണിൽ ഇങ്ങനെയൊരു സ്ഥലം ഒളിഞ്ഞു കിടക്കുന്ന വിവരം അടുത്ത കാലത്ത് പുറലോകം അറിഞ്ഞത്. പ്രദേശവാസികളിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിലരാണ് വരാട്ടുമേടിൻ്റെ സുന്ദര കാഴ്ചകൾ പുറലോകത്തോട് വിളിച്ചു പറഞ്ഞത്.